ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രിൻസസ് കട്ട് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ മുന്നേ ഞാനൊരു കുർത്തി ചെയ്തതിൻ്റെ ബാക്കി പീസാണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഒരു പ്ലെയിൻ റയോണിൻ്റെ മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. അത് 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. കുർത്തിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ വെട്ട് കഷ്ണങ്ങൾ ബാക്കി വരുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് യോക്ക് പീസായിട്ടോ അല്ലെങ്കിൽ സ്ലീവ്സിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്തിട്ടോ പ്ലെയിൻ മെറ്റീരിയൽ ആയിക്കോട്ടെ പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയിക്കോട്ടെ അവിടെ നമ്മൾ വേറൊരു കോമ്പിനേഷൻ കളറും കൂടി വാങ്ങിയിട്ട് ഒരു അടിപൊളി മറ്റൊരു കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു കുർത്തിയിൽ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട ശേഷം മേലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 15 ഇഞ്ചാണ് എനിക്കിവിടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് സിം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു പീസ് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മേലത്തെ പോർഷൻ നമുക്കൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. 7.5 ഇഞ്ചാണ് ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ആ ഒരു പോയിൻറ്റ്സ് തമ്മിൽ നിന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. പിന്നീട് ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് 40 ഇഞ്ചാണ്. 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ച് ടക്സിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് തന്നെയാണ് സീം അലവൻസ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോൾ കർവ് ഇതേപോലെ ഒന്ന് ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് ചരിച്ചൊന്ന് ഇതുവരെ വരച്ചു കൊടുക്കാം. ഇനി നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഒരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ഈ ഒരു നെക്ക് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തു എന്ന് മാത്രം. ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പോർഷനിൽ പ്രിൻസസ് കട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഓപ്പൺ ഭാഗത്തായിട്ട് 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം കേർവ് ഷേപ്പിലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ടക്സ് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ടായിട്ട് ടക്സ് 4.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടക്സിൻ്റെ ലെങ്ത്തും 4.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചരിച്ച് വരച്ചെടുക്കാം. ഇനി ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് പ്രിൻസസ് കട്ടിൻ്റെ മോഡലിലാണ് ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് പ്രിൻസസ് കട്ടിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ടക്സ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ആം ഹോൾ കർവിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ആം ഹോളിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസിൻ്റെ അതേ അളവിൽ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് 2ആയിട്ട് മടക്കിയിട്ട ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതിൻ്റെ മേലെ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ അളവിൽ ഈ ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലായിട്ട് ആ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ പീസസാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ലൈനിങ്ങും ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസസിൻ്റെ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി എടുക്കാം. ബാക്ക് പീസിൽ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചുമാണ് കൊടുത്തിരുന്നത്. അത് നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൻ്റെ സെയിം അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ 33 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 35 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിവിടെ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. സ്കേർട്ട് പീസ് A ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്
അതിൻ്റെ സീം അലവൻസും കൂടി ചേർത്ത് എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ മേൽഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൽ 1 ഇഞ്ചിൻ്റെ ഒരു ടക്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 9 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ശേഷം താഴെ ഭാഗത്തേക്ക് ചരിച്ച് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. താഴെ ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കേർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടാണ് ആ ഒരു സ്കേർട്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അടിവശം 2 സൈഡും തൂങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ നിന്നും ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് പീസിൽ നമ്മൾ സെൻട്രൽ പോർഷനിൽ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ പ്രിൻറ്റഡ് ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്ത ശേഷം അടിയിലത്തെ പ്ലെയിൻ ഫാബ്രിക് മാറ്റി വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ അളവ് നമ്മൾ മേൽഭാഗത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുമ്പോൾ 1.5 ഇഞ്ച്, താഴെ ഭാഗത്ത് 5 ഇഞ്ച് വീതിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇത്ര അളവ് വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു പീസായിട്ടോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേ അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻട്രൽ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഈ 2 സൈഡ് വഴിയും കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിലത്തെ ആ ഒരു പ്ലെയിൻ പീസ് മാറ്റി വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ പീസിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ ഫാബ്രിക്കിൽ സ്ലീവ്സും അതിൻ്റെ അടിവശത്തായിട്ട് പ്രിൻറ്റഡ് ഫാബ്രിക് ബോർഡർ പോലെയും കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 16 ഇഞ്ച് മതി. അപ്പോൾ സ്ലീവ്സ് റൗണ്ട് താഴെ ഭാഗത്ത് 6 ഇഞ്ചും ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചുമാണ്. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പീസിൻ്റെ വീതി ഞാനിവിടെ 4.5 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് താഴെ ഭാഗത്ത് ഫോൾഡ് ചെയ്യാനും പോവും, 1/2 ഇഞ്ച് മേലെ ഭാഗത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും പോവും. അങ്ങനെ ബാക്കി 3.5 ഇഞ്ചാണ് ഈ ഒരു ബോർഡറിൻ്റെ വീതി കിട്ടുക. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു തുണിയാക്കി എടുക്കാം. എല്ലാ പീസിൻ്റെ അടിവശത്തും ഇതേപോലെ ലൈനിങ് ഉണ്ട്. അത് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 പീസും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണം. ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തെ പീസും ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തുമാണ് ഈ ഒരു നെക്ക്. അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ 2-3 പിന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പീസ് നീങ്ങിപ്പോകാണ്ടിരിക്കും. ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള പീസും കട്ട് ചെയ്ത് മാറ്റാം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഈ ഒരു സൈഡ് വഴി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുളിവുകളില്ലാതെ കിട്ടും.
ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് പീസ് ഇതേപോലെ ലൈനിങ്ങും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ 2 ടക്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശവും ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് നെക്ക് സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗത്തെ ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലെ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഞാൻ ബാക്ക് പീസിലെ ക്രോസ് പീസ് ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുത്ത ശേഷം ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ സ്ലീവ്സിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മോശം വശം വെച്ച് കൊടുത്ത ശേഷം സ്ട്രൈറ്റ് ആയിട്ടൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നല്ല വശത്തേക്ക് ഇതൊന്ന് അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് നഖം വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം അടിഭാഗത്തൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്കിവിടെ 3.5 ഇഞ്ചാണ് ആവശ്യം. അത് കഴിഞ്ഞ് ബാക്കി ഭാഗം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ബോഡി പാർട്ടിൻ്റെയും സ്ലീവ്സിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സെൻട്രൽ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഹോൾ സൈഡിൽ വരുന്ന ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞാനിത് വിട്ടുപോയതാണ്. ഇതേപോലെ രണ്ട് സ്ലീവ്സിനും കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. രണ്ട് സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ സ്കേർട്ട് പോർഷനിൽ 3 പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ 2 പീസ് തമ്മിൽ ചേർത്ത് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 3 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ലൈനിങ്ങും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസ് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അടിവശത്ത് ലൈനിങ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മേൽഭാഗത്ത് 2 പീസും ചേർത്തൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിവശം ഞാൻ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോഡി പാർട്ടിൻ്റെ കൂടെ സ്കേർട്ട് പീസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിലും ഇതേപോലെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തെടുത്തു. ഇത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ്സ് മുതൽ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം വരെ അളവ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം സൈഡ് സ്ലിറ്റും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ഹിപ്പ് റൗണ്ട് വരുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 21 ഇഞ്ച് വരുന്ന ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അവിടെ നിന്നും താഴേക്ക് സൈഡ് സ്ലിറ്റാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ആദ്യം തന്നെ ലൈനിങ്ങും ആ ഒരു മെയിൻ ഫാബ്രിക്കും ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു സൈഡ് സ്ലിറ്റിൻ്റെ അവിടെ നിന്നും സൂചി കുത്തി നിർത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് റയോൺ മെറ്റീരിയലും ലൈനിങ് സമ്മർ കോളിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2-3 പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗം വരെ നേരെ സ്റ്റിച്ച് ചെയ്ത ശേഷം അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തുണി തിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അവിടെ നിന്നും താഴേക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു സ്ലിറ്റ് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് താഴെ വരെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലെ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത ശേഷം അടിവശം ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെയുള്ള പാച്ച് വർക്ക് കുർത്തീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.